ഒഴിവാക്കി വേറൊരു വിവാഹത്തിന് ഇത് ചെയ്തു, അതായത് നിശ്ചയിച്ചു. അത് സോന അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വടകര പോയി. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ സമയത്ത് സോനയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. തീപിടിച്ച കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സുനിൽ തോമസ്, ഈ ദൃശ്യങ്ങളും അപകടത്തിന്റെ കാരണവും നമ്മൾ കൂട്ടി വായിച്ചാൽ സോനയാണ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറ് കത്തി യുവതി മരിച്ചല്ലോ, ഗർഭിണിയായിട്ടുള്ള. ഇപ്പം പുറത്തോട്ട് വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് ആളുകൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായിട്ടുള്ളൊരു അപകടമാണ്, കാറ് കത്തി, അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് അറിഞ്ഞത്. പക്ഷേ ബന്ധുക്കളായിട്ടുള്ള ഈ സോനിയയുടെ അമ്മാവൻ്റെ കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കാരണം ഈ യുവതിയുടെ ഹസ്ബൻഡും തമ്മിൽ ഇവരെപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റജിലാൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ അമ്മാവൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഇതിൽ ഒരു ദുരൂഹത കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതിന് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വെളിയിൽ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ ഒരു സി സി ടി വി ഫൂട്ടേജൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ യുവതി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ മേടിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളൊക്കെ സി സി ടി വി വിഷ്വലിനകത്തുണ്ട്. അപ്പം എന്തിന് ഇവർ പോയി പെട്രോൾ മേടിക്കണം? കാരണം ഈ കാറ് കത്തുന്ന സമയത്ത് കാറിൻ്റെ അകത്ത് മാത്രമേ തീ ഉണ്ടായിരുന്നുള്ളൂ, പുറമേ നിന്നല്ല കത്തിയത്, അകത്തുനിന്നാണ് കത്തിയത്. മാത്രമല്ല ആ സമയത്ത് ഭയങ്കര സ്ഫോടനത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ അടുത്ത് ഉള്ള ആളുകളൊക്കെ പറഞ്ഞത്. മാത്രമല്ല ആ സമയത്ത് അപ്പം നമുക്കിപ്പം സംശയം തോന്നിയൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർ പ്രണയവിവാഹമായിരുന്നു. ഈ പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ആളുകളാണ് അല്ലേ? പ്രണയം തലയ്ക്ക് മൂത്ത് പിടിച്ച് നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ, വീട്ടുകാരെയും വെറുപ്പിച്ച് നാട്ടുകാരെയും വെറുപ്പിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്നവരാണ് ഈ പ്രണയവിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് വീഴുന്ന ആളുകൾ. അപ്പോൾ അത്രയും ആത്മാർത്ഥമുള്ള ആളുകൾ സ്വന്തം കുഞ്ഞ് വയറ്റി കിടക്കുന്ന ഒരു യുവതി ജീവന് വേണ്ടി കടന്ന് പിടയുമ്പോഴത്തേക്ക് ആ സമയത്ത് കാറിൽ നിന്നിറങ്ങി. അപ്പോൾ പുള്ളിക്കാരനും 60% പൊള്ളലേറ്റിട്ടുണ്ട് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന റജിലാലിൽ. അപ്പോൾ ഇവനെ സംശയിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ സമയത്ത് ഇറങ്ങി ഓടി അടുത്തൊരു തോടൊരു വയലും തോടൊക്കെ ചേർന്നൊരു പ്രദേശം എത്തുന്ന സമയത്താണ് ഈ ഒരു കാറിനകത്ത് തീ പിടിക്കുന്നത്. അപ്പോൾ ഇവ ഇറങ്ങി ഓടി ആ തോട്ടിലെങ്ങാണ്ട് ചെന്ന് വീഴുക എന്തൊക്കെ ചെയ്തു. എന്നിട്ടും ഇവൻ അകത്ത് ആളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഈ കാറ് പൂർണ്ണമായിട്ട് കത്തി ഒരു പരുവമായിട്ടാണ് ഇവൻ പറയുന്നത് അകത്ത് ഈ യുവതിയും കൂടെ ഉണ്ട്, ഈ ഇവൻ്റെ പെണ്ണും പിള്ളയും കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോഴാണ് ആളുകൾ ഈ കാറിനകത്ത് ചെന്ന് നോക്കുകയും രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ ശ്രമിച്ചത്. അപ്പോഴത്തേക്ക് കാറ് പൂർണ്ണമായിട്ട് കത്തിപ്പോയി. അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ എങ്ങനെ പോയാലും രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളോട് പറയും അതിനകത്തൊരു യുവതിയുണ്ട്, എൻ്റെ പെണ്ണുമ്പിള്ളയുണ്ട്, എൻ്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്, വയറ്റിൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ അതൊക്കെ അവൻ ഒഴിച്ചു വെച്ചു. അപ്പം ഈ കേസിനകത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് സംശയിക്കാം. കാരണം ഒന്നെങ്കിൽ ഈ യുവതി മുമ്പേയും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് പേടിയൊന്നും കാണത്തില്ല. അപ്പം പ്രണയവിവാഹമായിട്ട് ആദ്യം ഇവർ പ്രണയിച്ചിരുന്നു. അതിനുശേഷം റജിലാൽ ഗൾഫിൽ പോയിട്ട് അവിടെ ഒരു യുവതിയുമായിട്ട് പ്രണയം സ്ഥാപിക്കുന്നു. അപ്പം ഇവൻ്റെ ഫേക്ക് പ്രണയമാണെന്ന് നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അത് ഈ പെൺകുട്ടി അറിയുന്നു, അങ്ങനെ പ്രശ്നമാവുന്നു, പിന്നെ കല്യാണമൊക്കെ കഴിക്കുന്നു. അങ്ങനെയൊക്കെ കുടുംബജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. കുടുംബജീവിതത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞിട്ടുള്ള അവിഹിതവും കാര്യങ്ങളൊക്കെ വന്ന് കയറുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം, അതാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വാർത്ത ഞാനിവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ സോനിയ ഈ പറഞ്ഞിട്ടുള്ള CCTV ദൃശ്യത്തിൽ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച് വരുന്നൊരു ദൃശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യം ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം, കണ്ടു നോക്കേ. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച ആ കേസിൽ വഴിത്തിരിവ്. മരിച്ച സോന പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന ദിവസം വൈകുന്നേരം ആണ് സോന ഈ പെട്രോൾ വാങ്ങിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സോന പെട്രോൾ പമ്പിൽ എത്തുന്നതും പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്തിനാണ് സോന
കാർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ പെട്രോൾ പമ്പിൽ പോയി തന്നെ പെട്രോൾ വാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സമയത്ത് ദൃശ്യങ്ങളിൽ സോനയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മീൻസ് ആ കുടുംബത്തിൽ വേറെ ആരുമില്ല. സോന പെട്രോൾ വാങ്ങിയതിനു ശേഷം ആ കന്നാസുമായിട്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അപകടം നടന്ന ദിവസം വൈകുന്നേരമാണ് സോന നടന്നു പോകുന്നു. പെട്രോൾ വാങ്ങിയതിനു ശേഷം സോന നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സമയത്ത് സോനയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. തീപിടിച്ച കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സുനിൽ തോമസ്, ഈ ദൃശ്യങ്ങളും അപകടത്തിന്റെ കാരണവും നമ്മൾ കൂട്ടി വായിച്ചാൽ സോനയാണ് ഈ കാറിൽ പെട്രോൾ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് സോനയുടെ ഭർത്താവോ മറ്റാരുമോ ഈ പെട്രോൾ പമ്പിൽ ഇല്ല എന്നതും കാണാം. അങ്ങനെയാണെങ്കിൽ സോന ഇത് എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക സുനിൽ തോമസ്? അരുകുമാർ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മേപ്പൂർ പോലീസ് ഉള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക, കാറിന് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടിലൂടെയല്ല. ഫോറൻസിക് പരിശോധന കണ്ടെത്തിയതുപോലെ തന്നെ പെട്രോൾ കത്തിയതാണെന്ന നിഗമനത്തിലേക്ക് എത്താം. കാരണം ക്യാനിൻ്റെ ഒരു അടപ്പ് കാറിനുള്ളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഈ അപകടമുണ്ടായ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 7:30-ക്കാണ് നടുവണ്ണൂരുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് സോന ഒരു സഞ്ചിക്കകത്ത് ക്യാനുമായി നടന്നു വരുന്നു. അവിടെ നിന്ന് പെട്രോൾ ആ ക്യാനിനകത്ത് നിറയെ വാങ്ങുന്നു. തിരിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. വീട്ടുകാർ സോന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സോന ഒറ്റയ്ക്ക് വന്ന് പെട്രോൾ വാങ്ങിയത്, ഇനി ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയതാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് വാങ്ങിപ്പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. ഏതായാലും പിൻ സീറ്റിലാണ് സോന ഇരുന്നത്. ഈ പെട്രോൾ ക്യാൻ തന്നെ ആയിരിക്കാം ആ കാറിനകത്ത് തീ പിടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പെട്രോൾ ക്യാനിന് എങ്ങനെ തീ പിടിച്ചു, തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ പിടിച്ചതാണോ, ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് എന്തിനും അങ്ങനെ ചെയ്തു, അത് ആര് ചെയ്തു? കാറിൽ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്, സോനയും ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് ഡ്രൈവിംഗ് സീറ്റിൽ മുന്നിലായിരുന്നു, സോന പുറകിൽ പിൻ സീറ്റിലാണ് ഉണ്ടായിരുന്നത്. പിൻ സീറ്റിൽ നിന്നാണ് തീ പിടിച്ചത്. ഈ തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ തനിയെ പിടിച്ചു? ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവർ തമ്മിൽ ഇവർ പുറത്തോട്ട് പോകുന്ന സമയത്ത് സോന എന്ന് പറഞ്ഞാൽ ഇവർ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കാറ്. അന്ന് മാത്രം ഇവർ പുറവിലിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 6 മാസം ആയതുകൊണ്ടാണ് പുറവിലിരുന്നതെന്ന് പറയാനാണ്. 6 മാസം ഗർഭിണിയാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകാമെന്നേ ഇതേ ഉള്ളൂ. ഇവിടെ 8-9 മാസമായ ആളുകൾ വരെ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതുവരെ എന്ത് കാര്യത്തിനും ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സോന അന്ന് മാത്രം പുറകെ സീറ്റിലിരുന്ന് യാത്ര ചെയ്തു. പിന്നെ പെട്രോളിൻ്റെ അംശം കാറിനകത്ത് ഉണ്ട് എന്നും പറയുന്നുണ്ട്. കത്താൻ പെട്രോള് ആ മേടിച്ചുകൊണ്ട് പോയ പെട്രോളാണ് അതിനകത്ത് തീ പിടിക്കാനെ കൊണ്ട് കൂടുതൽ ഇതായത് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരുന്ന റിസൾട്ട്. ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് പറയുന്ന ഇവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പെട്രോളും അതിനകത്ത് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഈ സോന ഇപ്പോൾ തൂക്കി പിടിച്ചുകൊണ്ട് CCTVക്കകത്ത് കാണിക്കുന്നുണ്ടല്ലോ, ആ പെട്രോളും അതിനകത്ത് കാറിനകത്ത് ഉണ്ടായിരുന്നു. ആ പെട്രോളും കൂടെ ചേർന്നപ്പോഴാണ് കത്തിയത്. പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ കത്താനെ കൊണ്ട് അതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നത്. അപ്പം കാറിനകത്ത് സാധാരണ കാറിൻ്റെ അകത്ത് എന്തെങ്കിലും കത്തിയാൽ തന്നെ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ഇത്രയും മാത്രം സൗണ്ട് വരാനെ കൊണ്ട് എന്ത് സംഭവമാണ് കാറിനകത്തുള്ളത്? കാറിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒന്നിൽ ലൈറ്റ് എങ്ങനെ വലിയ ലൈറ്റ് ഇപ്പം അകത്ത് ലൈറ്റ് പൊട്ടിയാൽ തന്നെ ഇത്രയും വലിയ സൗണ്ടൊന്നും കേൾക്കത്തില്ല. ബൾബ് പൊട്ടിയാൽ തന്നെ ഇത് വലിയ സ്ഫോടനത്തിൻ്റെ സൗണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. ഈ പൊട്ടുന്ന കൂട്ടത്തിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ആളി കത്താൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഉള്ള എന്തോ ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് സംശയിക്കാം. ഒന്നാമത്തെ കാര്യം, ഇവൻ ഒന്നുകിൽ ഈ റെജിലാൽ മനഃപൂർവ്വം, കാരണം CCTV ദൃശ്യത്തിൽ എൻ്റെ മുഖം വരരുത്, ഞാൻ പെട്രോൾ മേടിച്ചുകൊണ്ട് വരുന്നത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം കേസ് വഴിതിരിച്ച് വിടാനെ കൊണ്ട് ഒന്നെങ്കിൽ സോനയെ പറഞ്ഞ് അവിടെ വിട്ടു പെട്രോൾ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. സോന അങ്ങനെ പോയി നിർബന്ധത്തിൽ പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വരുന്നു, അങ്ങനെ സംഭവിക്കും. പിന്നെ സോന ഇതിനു മുമ്പും ആത്മഹത്യക്ക്, പിന്നെ ഇവരെ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളൊരു ഒരാളാണ്. അപ്പം അതുകൊണ്ട് പേടിയില്ലാത്തൊരാളാണ്. അപ്പം കരുതി കൂട്ടി എന്നാൽ പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ റെജിലാലിനെയും കൊടുക്കാനെ, ഈ പറഞ്ഞിട്ടുള്ള റെജിലാലിനെയും കൂടെ ഇതിനകത്ത് പെടുത്താനെ കൊണ്ടുള്ള രീതിയിൽ
അങ്ങനെ ചെയ്തതാണെന്നും അറിയത്തില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പുള്ളിക്കാരി സ്വയം ഇഷ്ടത്തോട് സ്വയമേ പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് വേറെന്തോ കരുതി പുറകിൽ കയറിയിരുന്നു, വണ്ടി ഓടുന്ന വഴിക്ക് എന്തൊക്കെയോ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ അത് ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇത് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടിനെ ഫോണൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഗൂഗിളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ കിട്ടും. കാരണം എങ്ങനെ ചില കേസിനകത്തൊക്കെ ഗൂഗിളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിൽ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചിലപ്പം ഇവർക്കൊരു ഇതിനകത്തൊക്കെ കച്ചിത്തുരുമ്പാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ റജിലാലിൻ്റെ കേസ് എടുക്കുവാണെങ്കിലും തിരിച്ചും വേണേൽ ചിന്തിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു തോട്ടിൻ്റെ സൈഡിലെത്തുന്ന സമയത്ത് പുള്ളിക്കാരന് രക്ഷപ്പെടാനെ കൊണ്ട് കൂടുതൽ എളുപ്പമുള്ളൊരു വഴി എത്തിയ സമയത്ത്, ഒരു തോടും വരമ്പൊക്കെ എത്തിയ സമയത്ത്, വെള്ളമുള്ള പ്രദേശം എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ രക്ഷപ്പെടാനെ കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായ ഒരു പ്രദേശം എത്തിയപ്പോഴത്തേക്ക് ചാടി ഓടി തോട്ടിലോട്ട് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് തീ ഏക്കാതെ രക്ഷപ്പെടാന്നുള്ള രീതിയിൽ അങ്ങനെയും കരുതാം. അപ്പം ഇതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് സംശയിക്കാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്തൊക്കെ വില്ലനാവുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് മാന്യമായിട്ട് ജീവിക്കാതെ അവിടെ ഇവിടെയും പോയി അവിഹിതത്തിലൊക്കെ പോയി ചാടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇവരെ ഫാമിലിയിൽ ഇതും ഈ അവിഹിതമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് നിലവിൽ ഇവരെ ബന്ധുക്കളൊക്കെ പറയുന്നത്. ഇവരെ അമ്മാവൻ പറയുന്നൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ ഇവരെ അമ്മാവനും പറയുന്നത് കുടുംബത്തിൽ ഇവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണെന്നാണ് പറയുന്നത്. എനിക്ക് ഈ കേസിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒത്തൊരുമിച്ച് മുമ്പോട്ട് ജീവിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് അവരവർ കണ്ടെത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. ഇതൊക്കെ പ്രണയ വിവാഹമാണ്. അപ്പോൾ അവരവർ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നതല്ലേ. ഒട്ടും താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ലീഗലി ഒഴിഞ്ഞ് അവരൊരു പാട്ടിന് പോകുക, അതാണ് വേണ്ടുന്നത്. എന്നാലും ഈ അമ്മാവൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ടു നോക്കേ. ഈ സോനയുടെ അവന് സംശയങ്ങളൊക്കെ ഉണ്ട്, DNA ടെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അവളോട്. അത് കൂടുതലൊക്കെ അവൾക്ക് കൂടുതൽ വിഷമങ്ങൾ വന്നിട്ടുണ്ട്, നല്ലൊരു വിഷമം കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സാധാരണ ഒരു കാര്യം ഭർത്താവ് ഇതിലല്ല അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഗർഭിണിയായിരുന്ന സോനയെ ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് കാറ് കത്തി അപകടമുണ്ടാകുന്നത്. അതും വീടെത്തുന്നതിന് തൊട്ടു മുൻപ്. ഈ കാറ് കത്തിയ ഉടൻ തന്നെ ഭർത്താവ് രജിൻലാല് കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങി. സോനയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 3 വർഷം മുൻപാണ് സോന രജിൻലാലിനെ വിവാഹം കഴിക്കുന്നത്. ഇരുവരും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം പ്രണയം അവസാനിപ്പിച്ചതായി രജിൻ പ്രഖ്യാപിച്ചു. മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനായിരുന്നു അയാളുടെ തീരുമാനം. ഇതറിഞ്ഞതോടെ മനോവിഷമത്തിൽ അന്ന് സോന ആത്മഹത്യക്കൊരുങ്ങി. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതിയും നൽകി. ഒടുവിൽ ആ കേസ് ഒത്തുതീർപ്പാക്കി വിവാഹവും കഴിച്ചു. അനിയൻ്റെ വിവാഹത്തോടാണ് പരിചയപ്പെടുന്നത്. ആ പരിചയം ഒരു പ്രണയത്തിലേക്ക് എത്തിയെന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളെയും ഒഴിവാക്കി വേറൊരു വിവാഹത്തിന് ഇത് ചെയ്തു, അതായത് നിശ്ചയിച്ചു. അത് സോന അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വടകര പോയി. അവിടെ നിന്നാണ് വടകര സംശയമായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ പോലീസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മോളുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ പോയി പറഞ്ഞ് പിന്നെ നിങ്ങൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്ന്. അങ്ങനെ അവിടെയാണ് പരാതി കൊടുക്കുന്നത് എൻ്റെ പേരിൽ. കാറിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്ക് ആദ്യം മനസ്സിലായില്ല. കാറിന്റെ പുറകിലെ സീറ്റിൽ കിടക്കുകയായിരുന്നു സോന. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ സംശയിക്കാം. കാരണം ഈ സോനയുടെ അമ്മാവനാണ് പറയുന്നത്. ഒന്ന് സോനയുടെ സൈഡിൽ നിന്നും നമുക്ക് സംശയിക്കാം, പിന്നെ റജിലാലിൻ്റെ സൈഡിൽ നിന്നും സംശയിക്കാം. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല രീതിയിൽ 60% പൊള്ളലേറ്റൊക്കെ കിടക്കുവാണ്, വെന്റിലേറ്ററിൽ കിടക്കുമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, പോലീസിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ആയിരിക്കും മുമ്പോട്ടുള്ള കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നേ കുറേ കാര്യങ്ങൾ വെളിയിൽ വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടുപേരെ ഭാഗത്തുനിന്നും ചിന്തിക്കാം. അപ്പം അമ്മാവൻ പറഞ്ഞതുപോലെ ഇതിന് മുമ്പും സോന ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കാരിക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് പേടി കാണത്തില്ല. അപ്പം ഒന്നുകിൽ ഇപ്പം അങ്ങനെ നീ അങ്ങ് സൂഹിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങ് പോകാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ചെയ്താവാനും ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് റജിലാലിൻ്റെ ഭാഗത്തുനിന്ന് വരുമെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ മനഃപൂർവ്വം കേസ് വഴിതിരിച്ച് വിടാനെ കൊണ്ട് ഈ യുവതിയെ പമ്പിലേക്ക് വിട്ട് പെട്രോൾ മേടിപ്പിച്ച് കൊണ്ടുവന്നതാവാനും ചാൻസ് ഉണ്ട്. മനഃപൂർവ്വം പുറകിലെ സീറ്റിൽ ഇരുത്തിയതാണെന്നും അങ്ങനെ നമുക്ക് ചിന്തിക്കാം.
അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റൂ. എന്നാലും ഈ ഒരു കേസ് എന്തായാലും ഇതിനകത്ത് നല്ല രീതിയിലൊരു ദുരൂഹതയുണ്ട്. അത് വേറെ സ്വാഭാവികമായിട്ട് ഒരു കാറ് ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരു കാറ് ഇത്രയും രീതിയിൽ എന്തായാലും കത്താൻ പോകുന്നില്ല. കത്തിയാൽ തന്നെ അത് മൊത്തവും കത്തിത്തിരിയത് അകത്ത് മാത്രമേ തീ പിടിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഈ കാറിനകത്ത് സംഭവിച്ചിട്ടുമില്ലെന്നാണ് ഇത് പറഞ്ഞ പോലെ മെക്കാനിക്കൽ സൈഡിൽ നിന്നൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കൊണ്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വലയുന്നത്. വേറൊന്നുമില്ല, വഴിയിൽ പെട്രോൾ തീർന്ന് ഈ പറഞ്ഞിട്ടുള്ള ടൂ വീലറിൽ പോകുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഡെയിലി പെട്രോൾ തീർന്ന് വഴിയിലാവുന്നുണ്ട്. ഇവർ ഈ തെണ്ടിത്തരവും ഇവർ ഈ കോപ്രായങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പമ്പിൽ ചെന്നിട്ട് പെട്രോൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെയുള്ള ഇതുപോലുള്ള രീതികൾക്ക് ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ പമ്പിൽ പെട്രോൾ പോലും കൊടുക്കുന്നില്ല. കന്നാസ് കൊണ്ടുപോയാലും കിട്ടുന്നില്ല, കുപ്പി കൊണ്ടുപോയാലും കിട്ടുന്നില്ല. വണ്ടി ഇനി എവിടെയെങ്കിലും വെച്ച് വഴിയിലായി കഴിഞ്ഞാൽ പമ്പ് വരെ തള്ളേണ്ട അവസ്ഥയാണ് അല്ലേ? ഇതുപോലുള്ള ടീംസുകൾ കാണണം. എന്താ പറയുക അല്ലേ? അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തേരെ. അപ്പം നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.